പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഈ പ്രഭാതത്തിൽ ചൊരിയുന്ന പുലർകാല വിചിന്തനം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പ്രഭാതത്തിൽ എൻ്റെ കുടുംബത്തെ, ജീവിതത്തെ, എൻ്റെ വ്യാപാരങ്ങളെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായൊരു തുടക്കം ഈ പ്രഭാതത്തിൽ എനിക്ക് നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ തിരുവചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു രമ്യപ്പെടലിനെ കുറിച്ച് വചനം പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, യാക്കോബും തൻ്റെ സഹോദരൻ ഏസാവും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. കാലങ്ങൾക്ക് മുമ്പ് ഇതേ ഏസാവിനെ പല പ്രാവശ്യം വഞ്ചിച്ച് നാട് വിട്ടുപോയ യാക്കോബ് തൻ്റെ സഹോദരനെ കാണുവാൻ വേണ്ടി എല്ലാം നേടിയെടുത്ത് മടങ്ങി വരികയാണ്. പക്ഷെ ആ കൂടിക്കാഴ്ചയിൽ അയാൾ വല്ലാണ്ട് അസ്വസ്ഥനായിരുന്നു. തൻ്റെ സഹോദരൻ ഏസാവ് പഴയ വൈരാഗ്യം വെച്ച് തന്നോട് പെരുമാറുമോ എന്ന് യാക്കോബ് മനസ്സിലൊന്ന് ശങ്കിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സഹോദരനെ പ്രീതിപ്പെടുത്തുവാനുള്ള സമ്മാനങ്ങളുമായിട്ടാണ് യാക്കോബ് കാത്തു നിൽക്കുന്നത്. പക്ഷെ ഏസാവ് ചെയ്തതോ, സ്വന്തം സഹോദരനെ കാലങ്ങൾക്ക് ശേഷം ദൂരെ കാണുമ്പോൾ അവൻ തൻ്റെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ഓടി, കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു യാക്കോബിൻ്റെ അരികിലേക്ക്. യാക്കോബും തളർന്നുപോയി. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. എന്നിട്ട് അവൻ ചോദിച്ചു, ആരൊക്കെയാ നിന്റെ കൂടെയുള്ളത്? എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണെന്ന് യാക്കോബ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സമ്മാനങ്ങളും നിനക്കുള്ളതാണ്. ഏസാവിൻ്റെ ഒരു വാക്കുണ്ട്. എല്ലാം അപഹരിക്കപ്പെട്ടവൻ, പല പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടവൻ ആ ഏസാവ് യാക്കോബിനോട് പറയുന്നൊരു വാക്കുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, ധാരാളമുണ്ട്, നീ കൊണ്ടുവന്നൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. പക്ഷേ അവൻ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങയുടെ മുഖം കാണുമ്പോൾ ദൈവത്തെ ഞാൻ നേർക്ക് നേർ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല പ്രാവശ്യം ജീവിതത്തിൻ്റെ വഴികളിൽ സഹോദരനാൽ ചതിക്കപ്പെട്ട് സഹോദരൻ്റെ ക്രൂരതകൾക്ക് വിധേയപ്പെട്ട ഒരു മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരനെ കാണുമ്പോൾ അയാളെല്ലാം നേടിയിട്ടുണ്ടായിരുന്നു. അയാൾ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ഏസാവ്. അയാളുടെ മനസ്സിൽ പകയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, സഹോദരനോടുള്ള സ്നേഹം മാത്രം. കാലങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടുപോയി ഈ സഹോദരൻ തന്നെ തേടി വരുമ്പോൾ ആ സഹോദരനെ കെട്ടിപ്പിടിച്ച് നിന്ന് വാവിട്ട് കരയുന്നുണ്ട് ഏസാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്നവർക്ക് പകയോ വെറുപ്പോ വിദ്വേഷമോ വഞ്ചനയോ ജീവിതത്തിൻ്റെ ഭാഗമല്ലാതെ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ദൈവം കനിഞ്ഞു നൽകുന്ന കൃപാവരത്തിൻ്റെ അവകാശം എന്നും ഉണ്ടാകും. അയാൾ സമൃദ്ധനായി മാറും ഈ ലോകത്ത്. അതുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ നിഷ്കളങ്കത പാലിക്കുന്ന മനുഷ്യന്റെ മുഖം ദൈവത്തിൻ്റെ മുഖത്തിന് തുല്യമായ സൂര്യ തേജസ്സോടുകൂടെ ഈ ഭൂമിക്ക് അനുഗ്രഹമായി ലഭിക്കുകയും ചെയ്യും. ആരോടും നീ പക വയ്ക്കരുത്, വെറുപ്പ് വയ്ക്കരുത്, വിദ്വേഷം വയ്ക്കരുത്. കാരണം കർത്താവ് നിന്റെ ഉള്ളിൽ അനുഗ്രഹമായി കൂടെയുള്ളപ്പോൾ എന്തിനു നീ പകയോടുകൂടി ലോകത്ത് നിൽക്കണം? നിന്നെ വേദനിപ്പിച്ചവരുടെ മേൽ എന്തിനു നീ ശാപവാക്കുകൾ നീ ഉച്ചരിക്കണം? എന്തിനു നീ അവരോട് പകയും വെറുപ്പും വെക്കണം? പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഒരാൾ നിനക്കെതിരെ കല്ലെടുക്കുമ്പോൾ കർത്താവ് അവൻ്റെ കൈകളിൽ ആ കല്ല് വെച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ടാ. മിണ്ടാതെ മൗനമായി സഹിച്ചുകൊള്ളുക. തിരുവചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ ദാസന്റെ തോളിൽ ഞാൻ എൻ്റെ മുഖം വയ്ക്കുമ്പോൾ അവനത് മിണ്ടാതെ മൗനമായി നിന്ന് സഹിക്കട്ടെ എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിലാണ്. അതുകൊണ്ട് ദൈവം അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കില്ല. നീ സൂര്യ തേജസ്സോടുകൂടെ ഈ ഭൂമിയിൽ നിൽക്കാൻ നീ ക്ഷമിക്കുന്ന മനുഷ്യനായിക്കൊള്ളുക. ഈശോയെ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. അനുഗ്രഹിക്കാതെ പോകരുതേ. ഏസാവിനെ പോലെ ക്ഷമിക്കുവാനുള്ള മനസ്സ് നൽകണമേ. കരുതലും കൃപയും ഹൃദയത്തിനകത്ത് എപ്പോഴും ലാളിത്യമായി കൊണ്ടു നടക്കാൻ എന്നെ അഭ്യസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.